നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇവിടെ ഈ കൊറോണയ്ക്ക് ശേഷം ട്രെൻഡിൽ വ്യത്യാസം വന്നു. ഒന്ന്, വെൽനസിന്റെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. നമ്മളുടെ ശരീരത്തിൽ വേണ്ട ന്യൂട്രീഷൻ കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ. അത് ഒരാളോടും ഇനി പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അല്ലാണ്ട് രോഗം വന്ന് ആ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എന്ന് രോഗിയായിട്ട് ജീവിക്കേണ്ടി വരും. കടക്കിണിയിലേക്ക് കുടുംബം പോകും എന്നുള്ള ബോധം കേരള ജനതക്കും ഇന്ത്യൻ ജനതക്കും വന്നു കഴിഞ്ഞു. ഇനി വന്നിരിക്കുന്ന വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ വീട്ടില് അടച്ചുകെട്ടിയിരുന്നപ്പോൾ പുറത്തുപോയി പുറത്തുള്ള കടകളെല്ലാം പൂട്ടിയിട്ട സമയത്ത് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ജനം നെട്ടുവട്ടം ഓടിയപ്പോൾ അന്ന് കണ്ട ഒരു അത്താണിയാണ് ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക. ഡയറക്റ്റ് മാർക്കറ്റിംഗ് തഴച്ചു വളർന്നു. അതുവരെ ട്രഡീഷണൽ ബിസിനസ്സിലായിരുന്നു നമ്മളെല്ലാവരുടെ ശ്രദ്ധ. പക്ഷെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാൻ തുടങ്ങി. അതൊരു ശീലമായിട്ട് ഇന്ന് മാറി. കാരണം അത് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഷോപ്പിങ്ങിന് വേണ്ടി പോകണ്ട, നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ സാധനങ്ങൾ വീട്ടിലിരുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. വീട്ടിൽ സാധനങ്ങൾ വരും. സാധനങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ പൈസ കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു ഓൺലൈൻ ബിസിനസിന്റെ ഒരു ട്രെൻഡ് ജനങ്ങളിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഇവിടത്തെ രണ്ടാമത്തെ ട്രെൻഡ് കൊറോണയ്ക്ക് ശേഷം രൂപപ്പെട്ട് അത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്, ഓൺലൈൻ ബിസിനസ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാല്, സാധാരണക്കാരായ ജനങ്ങൾ കടക്കിണിയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഈ കടം വീട്ടാൻ സാധിക്കും എന്നാണ് അവർ തലമുറം ചിന്തിക്കുന്നത്. ഒരു മാർഗവും അവരുടെ മുന്നിൽ കാണുന്നില്ല. ബിസിനസ് എല്ലാം പരാജയപ്പെട്ട് ഒരു സ്ഥലത്ത് നിന്ന് ലോൺ എടുക്കാൻ നിവൃത്തിയില്ല. സാമ്പത്തികമായിട്ട് തകർന്നു. ഉണ്ടായിരുന്ന ജോലികളെല്ലാം പലർക്കും നഷ്ടപ്പെട്ട്. പലർക്കും ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. അപ്പൊ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഒരു പാരമ്പര്യ രീതിയിലുള്ള ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് കോർപ്പറേറ്റുകൾ ബിസിനസ് പിടിമുറുക്കി കഴിഞ്ഞു. ഈ സാധാരണ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഒരാൾക്ക് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി പലരും കടമെടുത്ത് ചെറിയ രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ നോക്കിയിട്ട് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാണ്ട് ഉണ്ടായിരുന്ന ആ ബിസിനസ് പൂട്ടി വീട്ടിൽ വന്നിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. ഒരുപാട് ഗൾഫ് മലയാളികൾ ബിസിനസ്സായിട്ട് മുന്നോട്ട് വന്നതാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ്. അവരുടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് കടക്കിണിയിൽ ഇന്ന് വീട്ടിന്റെ അകത്തളങ്ങളിൽ അവര് ഒളിഞ്ഞിരിക്കുകയാണ് അവര്. കാരണം ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, നിസ്സഹായരായിട്ടിരിക്കുകയാണ്. അപ്പൊ ജോലി നഷ്ടപ്പെട്ട് ഒരു പുതിയ ജോലിയെ പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നില്ല, തൊഴിൽ സാധ്യതകളില്ല, ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ആ ചോദ്യത്തിന്റെ മുമ്പിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വന്നിരിക്കുന്നത്. ഇന്ന് സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഒരാൾക്കും ജോലി എടുക്കാൻ സാധിക്കില്ല. PSC റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ ഞങ്ങൾക്ക് ജോലി തരാൻ യാതൊരു നിവൃത്തിയില്ല. അതിനുള്ള അവസരങ്ങളില്ല, തൊഴിൽ അവസരങ്ങളില്ല. സാമ്പത്തികമായിട്ട് സർക്കാർ വളരെയേറെ ഞെരുക്കത്തിലാണ്. പുതുതായിട്ട് ഒരാളെ പോലും ജോലിക്ക് എടുക്കുന്നില്ല. 55 വയസ്സ് കഴിഞ്ഞവരെ 60 വയസ്സാക്കിയും 60 വയസ്സ് കഴിഞ്ഞവരെ 62 വയസ്സാക്കിയും അങ്ങനെ പ്രായം നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയും. അപ്പൊ പുതിയ തൊഴിലവസരങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഉണ്ടായിരുന്ന തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഓരോ വ്യക്തികളുടെയും മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സർക്കാർ പറയുന്നത് ഞങ്ങൾ ഏറ്റവും നല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പേര് പ്രസിദ്ധീകരിച്ചു തരാം. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനികളുടെ പേര് പ്രസിദ്ധീകരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി സെലക്ട് ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക, സ്വയം തൊഴിൽ കണ്ടെത്തുക, നിങ്ങൾക്ക് ആവശ്യമായ വരുമാനങ്ങൾ കണ്ടെത്തുക. ഇവിടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അത് 100% സർക്കാരുകളും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നിയമാനുസൃതമാക്കി മാറ്റി. മാത്രമല്ല തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രൈമറി തലങ്ങളിൽ തുടങ്ങി തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പാഠ്യ വിഷയമാക്കിയിട്ട് പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സിലുള്ള കുട്ടികളെ ടീച്ചർ വളരെ മനോഹരമായ രീതിയിൽ എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു വീഡിയോ നമ്മളുടെ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നു, ആ ഉൽപ്പന്നം നല്ലതാണ് എങ്കിൽ നമ്മളെ സർക്കിളിലുള്ള മെമ്പേഴ്സിനോട് നമ്മളത് പറയുന്നു, അവരും വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഒരു ശൃംഖല രൂപപ്പെടുന്നു. അപ്പൊ അവിടെ കമ്പനി ലാഭത്തിന്റെ ഒരു വിഹിതം കമ്പനി ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിട്ട് വിതരണം ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു സാമ്പത്തിക അച്ചടക്കം, ഒരു സാമ്പത്തിക ക്രമീകരണം ഉണ്ടാകുന്നു. അതിനെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് ടീച്ചർ അവിടെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് യൂണിവേഴ്സിറ്റികൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു പാഠ്യ വിഷയമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു.
അതിന് ഡിഗ്രി കൊടുക്കുന്നുണ്ട്, മാസ്റ്റർ ഡിഗ്രി കൊടുക്കുന്നുണ്ട്, ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ലോകം മുഴുവനും അത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകം മുഴുവൻ അംഗീകരിച്ച് ലോകത്തുള്ള പല മെമ്പേഴ്സും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അവർ തൊഴിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ പല വിദേശ രാജ്യങ്ങളിലും യുവാക്കളുടെ വിവാഹം ആലോചിക്കുമ്പോൾ അവിടെ വധുവിന്റെ വീട്ടുകാർ ചോദിക്കുന്നത് നിങ്ങളുടെ ജോലി എന്താണെന്നല്ല ചോദിക്കുന്നത്, നിങ്ങൾ ഏത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ID നമ്പറും പാസ്വേഡ് ഞങ്ങൾക്കൊന്ന് കാണണം. എന്നിട്ട് ആ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ആ ആൾക്ക് കിട്ടുന്ന വരുമാനത്തിനെ ആശ്രയിച്ചാണ് വിവാഹം നിശ്ചയിക്കുന്നത്. കാരണം വധുവിന്റെ വീട്ടുകാർക്ക് അറിയാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വിജയിക്കുന്ന ഒരാൾക്ക് സാമ്പത്തിക ഭദ്രത മാത്രമല്ല, അവന് നല്ല വ്യക്തിത്വം കൂടി ഉണ്ടാവും, നല്ല വ്യക്തിത്വം ഉണ്ടാവും, നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവും, അവര് ദുശീലങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ തന്റെ മകളുടെ ഭാവി അവന്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് ആ വീട്ടുകാർക്ക് അറിയാം. അപ്പൊ ആ രീതിയിൽ ലോകക്രമം മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുടെ ബിസിനസ്സായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാല് 3 ട്രെൻഡാണ് നമ്മളുടെ മുന്നിലുള്ളത്. 1 വെൽനസിന്റെ ട്രെൻഡാണ്, 2 ഓൺലൈൻ ബിസിനസിന്റെ ട്രെൻഡാണ്, 3 മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ട്രെൻഡാണ്. ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ട്രെൻഡ് ആരംഭിക്കുകയാണ്. അപ്പൊ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രത്യേകതകളുണ്ട്. ആ ട്രെൻഡിൽ നിൽക്കുന്ന മെമ്പേഴ്സാണ് വിജയിച്ചു പോകുന്നത്. ഈ കാലഘട്ടം ഈ 3 ട്രെൻഡിന്റെയും കാലഘട്ടമാണെങ്കിൽ ഈ 3 ട്രെൻഡും ഒരേ രീതിയിൽ ഒരു കൊടക്കീഴിൽ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഓരോ പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബയോട്ടോറിയം മാത്രമാണ്. കാരണം ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. ആ കാന്ത ചികിത്സയുടെ ഭാഗമായ ഉൽപ്പന്നങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് ഒരു കമ്പനിക്കും ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അത് കൂന് ഇരുട്ടില് ഉദിച്ചുയർന്ന പൗർണമി ഉദിച്ചുയരുന്ന് പറയൂലേ, അമാവാസി നാളുകളിൽ പൗർണമി ഉദിച്ചുയരുന്ന് പറയൂലേ, എന്നതുപോലെ ഉദിച്ചുയർന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. കാരണം ലോകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേഹ മാഡം ഉണ്ട്, 65 വയസ്സ് പ്രായമുണ്ട്, 2 കണ്ണില്ലാത്ത അന്ധയായ നേഹ മാഡം. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി ഒരു റെഗുലർ പ്രൊഡക്റ്റാണ് അവർ വാങ്ങിച്ചത്. അതിന്റെ ഗുണഫലം കിട്ടി. ആ ഗുണഫലം കിട്ടിയപ്പോൾ കസ്റ്റമേഴ്സിന്റെ ഒരു ശൃംഖല വന്ന്, ആ കസ്റ്റമേഴ്സിന്റെ ശൃംഖലയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്ന്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ശൃംഖലയിൽ നിന്ന് ലീഡേഴ്സ് വന്ന്, അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രൂപപ്പെട്ട് അവർക്ക് ഇതുവരെ കിട്ടിയ വരുമാനം 2 കോടി രൂപയ്ക്ക് മേലെ. അപ്പൊ ഈ കാലഘട്ടത്തിലെ ട്രെൻഡ് എന്ന് പറഞ്ഞെങ്കിൽ 1 വെൽനസിന്റെ ട്രെൻഡാണ്, 2 ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ട്രെൻഡാണ്, 3 മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ട്രെൻഡാണ്. ഈ 3 ട്രെൻഡും സെറ്റ് ചെയ്ത് ജൈത്രയാത്ര ചെയ്യുന്ന വളരെ അപൂർവമായ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അന്ന് നമ്മൾ പറഞ്ഞു 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ, 2019 ഒടുവിൽ കൊറോണ വന്നപ്പോൾ, 2020 2021 കൊറോണ താണ്ഡവമാടിയപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു ഈ സമയവും കടന്നുപോകും. അതെ, ആ സമയവും കടന്നുപോയി. ഇന്ന് നമ്മളുടെ മുന്നിൽ ദൈവദൂതനെ പോലെ ഒന്നെത്തിക്കഴിഞ്ഞു. അത് ഈ ബയോട്ടോറിയമാണ്. ഈ കാലഘട്ടത്തിലെ ട്രെൻഡാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മളെ കഴിവിന്റെ മാക്സിമം, ഞാൻ പറയുന്നത് നമ്മളെ കഴിവിന്റെ മാക്സിമം, ഓരോ മനുഷ്യന്റെയും കഴിവിന് മാക്സിമം ഇല്ല. ആ രീതിയിലാണ് ഈശ്വരൻ നമ്മളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ കഴിവിന്റെ മാക്സിമം, നമ്മളെ സമയത്തിന്റെ മാക്സിമം. ഇനി സിനിമക്ക് പോകാൻ നമുക്ക് സമയമില്ല, വിരുന്ന് പോകാൻ നമുക്ക് സമയമില്ല, സീരിയൽ കാണാൻ നമുക്ക് സമയമില്ല. 24 മണിക്കൂറും ഫീൽഡിലേക്ക് ഇറങ്ങുക, 24 മണിക്കൂറും ഫീൽഡിലേക്ക് ഇറങ്ങുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പബ്ലിക്കിനോട് പറയുക. ഇതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ഉറങ്ങാൻ സമയമില്ല, ഊണഴിക്കാൻ സമയമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ എലോൺ മസ്ക്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, അദ്ദേഹം 20 മണിക്കൂർ അധ്വാനിക്കുന്നതെന്ന് പറയുന്നത്. 20 മണിക്കൂർ അധ്വാനിക്കുന്നുണ്ട്. രാവിലെ പ്രാതൽ കഴിക്കാൻ നേരമില്ല. ബിസിനസ് ചർച്ചകളുടെ ഇടയിൽ ഒരു ബുൾസൈ കഴിച്ചാലായി, അത്രേ ഉള്ളൂ. മിക്കവാറും ദിവസങ്ങളിൽ കഴിക്കാറില്ല. ഉച്ചക്കുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം അത് കോൺഫറൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ ജോലി തിരക്കിന്റെ ഇടയിലാണ് അദ്ദേഹം കഴിക്കുന്നത്. അദ്ദേഹം പണത്തിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അദ്ദേഹം ഒരിക്കലും പണത്തിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഏറ്റവും മികവുറ്റ രീതിയിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക. ലോകം അദ്ദേഹത്തിന് തള്ളി പറഞ്ഞ് അദ്ദേഹം കണ്ട സ്വപ്നം ചൊവ്വയിൽ ഒരു കോളനി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഭ്രാന്തനായ ആശയം എന്നാണ് ലോകം പറഞ്ഞത്. ചൊവ്വയിൽ ഒരു കോളനി, ഭ്രാന്തനായ ആശയം. ആ ഭ്രാന്തനായ ആശയത്തിന്റെ പുറകെ അദ്ദേഹം അലഞ്ഞി റോക്കറ്റിനെ ശൂന്യാകാശത്തിലേക്ക് അയക്കാനും ആ റോക്കറ്റിനെ തിരിച്ചു പിടിക്കാനും ഉള്ള സൗകര്യത്തിലേക്ക് ശാസ്ത്രം വളർന്നു.
ഇന്ധനങ്ങൾക്കും വില കൂടിയപ്പോൾ ഇലക്ട്രിക് വാഹനം എന്നുള്ളൊരു ഭ്രാന്തമായ ആശയമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അതിൽ അദ്ദേഹം പരാജയപ്പെട്ട് കിടപ്പാടം പോലും വിറ്റി പരാജയത്തിന്റെ പടുകുഴിലേക്ക് വന്ന്. അപ്പോഴും ഇലോൺ മസ്ക് പറഞ്ഞ് ഈ സമയവും കടന്നു പോകും. അദ്ദേഹത്തിന്റെ ആ ജോലിയിൽ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങൾ മികവുറ്റതാക്കാൻ വേണ്ടി ഒരു ദിവസത്തിന്റെ 20 മണിക്കൂർ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. പണം അദ്ദേഹത്തിന്റെ പുറകെ വന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന അദ്ദേഹമായിട്ട് മാറി. എന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ഓരോ മണിക്കൂറും മാക്സിമം മെമ്പേഴ്സിനോട് പബ്ലിക്കിനോട് ഈ വാട്ടവരും പറയാൻ തയ്യാറാകുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പറയാൻ തയ്യാറാകുക. ടീമിനെ ഫോം ചെയ്യുക. നിങ്ങളൊരു പെർഫോമർ ആകുക. വരുമാനത്തെ കുറിച്ച് ചിന്തിക്കണ്ട. പണം നിങ്ങളുടെ അക്കൗണ്ടിൽ കുമിഞ്ഞുകൂടും. കോടികൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കുമിഞ്ഞുകൂടും. ആ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ പ്രിയങ്കരനായ ജോയ് പീറ്ററെ ഞാൻ ക്ഷണിക്കുക. പ്ലീസ് കം ജോയ് പീറ്ററെ സാറേ. താങ്ക് യു സാർ. അരികള് നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുമ്പോ കാണാൻ സാധിക്കും. അത് പോഷകക്കുറവ് മൂലം അതിനകത്ത് അവർ മിക്സ് ചെയ്തിരിക്കുന്ന പോഷകങ്ങളാണ്, മനുഷ്യന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ്. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ പോഷകത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നത്. അപ്പൊ ഇന്ന് അങ്കർ എന്ന് പറയുന്ന അങ്കർ ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനിലും പുറകിലാണ്. അങ്കർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും പട്ടിണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണെന്ന് വിചാരിക്കും. പട്ടിണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡെക്സ് അല്ല അത്. മറിച്ച് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പോഷകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. അതിൽ ഇന്ത്യ വളരെ പിന്നിലാണ്. അതുകൊണ്ടാണ് ഇപ്പോ ഈ പറയുന്ന റേഷനരിയിൽ ഈ പറയുന്ന പോഷകമായിട്ടുള്ള അരികൾ അതിനകത്ത് ചേർക്കുന്നത്. ഈ പറയുന്ന വൈറ്റ് കളറിലുള്ള അതിൽ ഒരുപാട് ആ പറയുന്ന പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ വൈറ്റ് കളറിൽ അരിയുടെ രൂപത്തിൽ അവർ ചേർക്കുന്നത്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് അൾട്രാബെറി യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആവശ്യത്തിന് പോഷകങ്ങള് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നല്ലോ. അത് മാത്രമല്ല ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ബെറികൾ, ഈ ഒരു ബെറി പോലും നമ്മൾ കഴിക്കാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അൾട്രാബെറി ആണെങ്കിലും എൽഡർബെറി ആണെങ്കിലും സ്ട്രോബെറി ആണെങ്കിലും കാൻബെറി ആണെങ്കിലും ഈ പറയുന്ന ഒരു ബെറികളും നമ്മൾ കഴിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ബെറികളിലൊക്കെ ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ബെറികൾ മിക്കവാറും ഇത്രയും ഈ പറയുന്ന എക്സ്ട്രാക്റ്റുകളിൽ അവര് ചേർക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഇനി ഈ പറയുന്ന സെക്കൻഡ് ഫേസില് നമ്മൾക്ക് ഇൻടേക്കും കൂടി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. തീർച്ചയായിട്ടും അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന മാത്രമല്ല വലിയ റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കുന്നുള്ളതാണ്. മാഗ്നറ്റിക് എനർജി മാത്രം നമ്മൾ കൊടുത്തുകൊണ്ട് 10 ദിവസം കൊണ്ടും 20 ദിവസം കൊണ്ടൊക്കെ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ഈ പറയുന്ന അൾട്രാബെറി പോലെയുള്ള പോഷകങ്ങളും കൂടി നമ്മൾ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വൻ റിസൾട്ടുകളായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ്. രാമൻ സാറ് പറഞ്ഞ പോലെ ഇനിയുള്ള കാലത്ത് ആരും മരുന്നല്ല കഴിക്കാൻ പോകുന്നത്, മറിച്ച് രോഗം വരാതിരിക്കാനുള്ള സപ്ലിമെന്റ്സ് ആയിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഡോക്ടർമാരെയല്ല ആവശ്യം, മറിച്ച് വെൽനസ് കോച്ചുകളെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു വെൽനസ് കോച്ചായിട്ട് ഇറങ്ങാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ്സിൽ തഴച്ചു വളരാൻ സാധിക്കും. രാമൻ സാറ് പറയുന്ന പോലെ കോടികൾ നമുക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളുടെ ഈ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാല് ഈ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ച സമയത്ത് എന്തെന്നില്ലാത്ത ഒരു ആവേശമായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ആ മാർക്കറ്റിംഗ് പ്ലാൻ എന്നെ കൊണ്ടൊന്ന് എത്തിച്ചെന്നുള്ളതാണ്. സത്യം പറഞ്ഞാല് ഇവിടെ സാഗർ ജോഷി എന്ന് പറയുന്ന നമ്മളുടെ CMD അദ്ദേഹം അതിബുദ്ധിമാനം എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് 2000-ല് ഇവര് ഈ കമ്പനി ഇറക്കിയപ്പോ തന്നെ ഈ പറയുന്ന പ്ലാനുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ PDF കണ്ടിട്ടുള്ളതാണ്. അന്ന് 14 വരുമാനങ്ങളുടെ PDF അന്ന് കമ്പനി ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പ്ലാനുകളെല്ലാം തന്നെ നേരത്തെ തന്നെ ഇവര് സെറ്റ് ചെയ്തതായിരുന്നു. പക്ഷെ നമുക്കറിയാം ഒരു കമ്പനി മുന്നോട്ട് പോകുന്ന സമയത്ത് 4-5 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് അത് പതുക്കെ ഒന്ന് ഇരിക്കും ആ കമ്പനി. കാരണം ഇത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാരുടെ മനോഭാവം എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാനും പുതിയ പുതിയ കമ്പനികളിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യമാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല കമ്പനികളും ഇവിടെ ഇല്ലാതായി പോയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു ലോങ് ടേമില് സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം ഇല്ലാത്ത ആൾക്കാരാണ് മിക്കവാറും കേരളത്തിലുള്ള ആൾക്കാർ. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് നമ്മുടെ സാഗർ ജോഷി സാറാണ്. അദ്ദേഹം ഈ പറയുന്ന 4 വർഷം കഴിഞ്ഞ സമയത്ത് അതിന്റെ ഒരു ട്രെൻഡ് അല്പം കുറയുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ മാർക്കറ്റിംഗ് പ്ലാനായിട്ട് അദ്ദേഹം വന്നത്. ഈ പുതിയ മാർക്കറ്റിംഗ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി
നമ്മളുടെ ഓരോരുത്തരുടെ മനസ്സിൽ പുതിയ ഒരു കമ്പനിയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തുടക്കക്കാരെന്നുള്ള രീതിയിലുള്ള ഒരു മനോഭാവത്തിലാണ് നമ്മൾ ഈ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു 3-4 വർഷം കഴിയുന്ന സമയത്ത് ബാക്കിയുള്ള പ്ലാനും കൂടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വരുമാനം അദ്ദേഹം കൂട്ടി കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, ഇന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള 9 തരത്തിലുള്ള വരുമാനങ്ങളിൽ അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്നത് 5 തരത്തിലുള്ള വരുമാനങ്ങളാണ്. അതിൽ ഒന്ന് നമുക്കറിയാം സൂപ്പർ അവയർനെസ് ബോണസ് ആണ്, രണ്ടാമത് പെർഫോമൻസ് ബോണസ് ആണ്, മൂന്നാമത് ഡെവലപ്മെന്റ് ബോണസ് ആണ്, നാലാമത് റീപർച്ചേസ് ബോണസ് ആണ്, അഞ്ചാമത് ഡെഡിക്കേഷൻ ബോണസ് ആണ്. ഒരു വരുമാനം കൂടി നമുക്കുണ്ട്, റീറ്റെയിൽ പ്രോഫിറ്റും കൂടി നമുക്കുണ്ട്. നല്ല സെയിൽസിൽ താല്പര്യമുള്ളവർക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന, അതൊരു 100% കൂടുതൽ റീറ്റെയിൽ പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ബയോട്ടോറി എന്ന് പറയുന്നത്. സൂപ്പർ അവയർനെസ് ബോണസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സൂപ്പർ അവയർനെസ് ബോണസിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു സെഗ്മെന്റിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്താൽ മതി. ബൈനറി എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്താൽ മതി. ബാക്കി 4 വരുമാനവും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്, ആ പെർഫോമൻസ് ബോണസ് അച്ചീവ് ചെയ്യുന്ന ടീമുകൾ വൻ ടീമുകളായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പെർഫോമൻസ് നമ്മൾ കാണിക്കുന്നത് ഇൻഡിവിജ്വൽ അല്ല, മറിച്ച് ടീം ബേസ് ആണ് പെർഫോമൻസ് നമുക്ക് വേണ്ടതെന്ന തിരിച്ചറിവ് സാഗർ ജോഷി സാർക്ക് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പെർഫോമൻസ് ബോണസ് ടീം വൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ടീമിൽ വരുന്ന ഓരോ വ്യക്തിയും വാങ്ങുന്ന വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടുന്നത്. ഡെയിലി 50,000 രൂപ ലെഫ്റ്റിലും ഡെയിലി 50,000 രൂപ റൈറ്റ് സൈഡിലും നമ്മുടെ ടീമിലുള്ള ആൾക്കാർ വരുമാനം വാങ്ങുമ്പോഴാണ് നമ്മൾക്ക് ഈ പറയുന്ന പെർഫോമൻസ് ബോണസ് കിട്ടുന്നത്. അപ്പൊ ഒരു ടീം ഫോം ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു ടീമാക്കി മാറ്റാനാണ് ഈ പെർഫോമൻസ് ബോണസ് നമുക്ക് സഹായകരമാകുന്നത്. ഈ പെർഫോമൻസ് ബോണസ് ഏൺ ചെയ്യുന്നതോടുകൂടി മദർ ഇൻകം നമ്മൾ ഏൺ ചെയ്യുന്നതോടുകൂടി ഫാദർ ഇൻകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. ഫാദർ ഇൻകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പെർഫോമൻസ് ബോണസ്. ഈ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് മാക്സിമം നമ്മുടെ ടീമിലുള്ള ആൾക്കാർ ഏർണിങ്സ് ഉണ്ടാക്കുമ്പോഴാണ് അത് നമുക്ക് കിട്ടുന്നത്. ഒരു ദിവസം 5,700 രൂപ മുതൽ ഏതാണ്ട് ഒരു ദിവസം നമുക്ക് 11,400 രൂപ വരെ ആ ഒരു ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു മാസം ഏതാണ്ട് 3 ലക്ഷം രൂപ കൂടുതൽ വരുമാനം അത് മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു സിംഗിൾ ഐഡിയയിൽ നിന്ന്. ഒരു വർഷം ഏതാണ്ട് 41 ലക്ഷം രൂപയോളം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഏർണിങ്സ് നമ്മൾക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബൈനറി ഇൻകവും ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി വരും. ഒരു സിംഗിൾ ഐഡിയയിൽ മാക്സിമം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് 1,47 ലക്ഷം രൂപയാണ്. 47,04,000 രൂപയാണ് ഒരു സിംഗിൾ ഐഡിയയിൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 2 വരുമാനം മാത്രം ഏതാണ്ട് 1,88 ലക്ഷം രൂപ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്നത് നമുക്കറിയാം, 1,88 ലക്ഷം രൂപ എന്ന് പറയുന്നത് 100%. എല്ലാവരും 100% ചെയ്യും എന്ന് നമുക്ക് അവകാശപ്പെടാൻ നമുക്ക് സാധ്യമല്ല. 100% പെർഫെക്ഷൻ അതൊരു രോഗലക്ഷണമാണ് എന്നാണ് പല ആൾക്കാരും പറയാറുള്ളത്. കാരണം 100% ദൈവത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ, മനുഷ്യർക്ക് അത് ചെയ്യാൻ സാധ്യമല്ല. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഇവിടെ ഒരു 50% ചെയ്യാൻ സാധിച്ചാൽ തന്നെ ഏതാണ്ട് 1 കോടി രൂപ അടുത്ത് നമുക്ക് ഒരു വർഷം ഈ പറയുന്ന 2 വരുമാനം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് ഒട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഒരു 10% എങ്കിലും ചെയ്യാൻ സാധിച്ചാൽ 1,88 ലക്ഷം രൂപയുടെ 10% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 18 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന് വരുമാനം വാങ്ങാൻ സാധിക്കും. ഒരു മാസം 1.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ വരുമാനം അദ്ദേഹത്തിന് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പെർഫോമൻസ് ബോണസ് നന്നായിട്ട് ശ്രദ്ധിച്ച് നമുക്ക് പോകാൻ സാധിച്ചാൽ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഫാദർ ഇൻകത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ചെറിയ ഇമ്പാക്ട് ആയിരിക്കില്ല. ഞാൻ ചെറിയൊരു കണക്ക് പറയാം. നമ്മുടെ ടീമില് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഡെവലപ്മെന്റ് ബോണസ് എന്ന് പറയുന്നത് ഒരു 10 ലെവലിൽ കിട്ടുന്ന ഒരു ഇൻകമാണ്. എന്ന് പറഞ്ഞാല് ആദ്യത്തെ ലെവലിൽ നമുക്ക് നമ്മുടെ മെമ്പേഴ്സ് വാങ്ങുന്ന വരുമാനത്തിന്റെ 5%, രണ്ടാമത്തെ ലെവൽ മുതൽ 8ാമത്തെ ലെവൽ വരെ 3%, 9ഉം 10ഉം ലെവലുകളിൽ 2% വെച്ച് അങ്ങനെ ടോട്ടൽ 30% നമ്മൾക്ക് ഡെവലപ്മെന്റ് ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഈ ഡെവലപ്മെന്റ് ബോണസ് ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 21 ദിവസം കൂടുമ്പോൾ നമ്മൾ റീപർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും
ഈ പറയുന്ന ഡെവലപ്മെന്റ് ബോണസ് ആണെങ്കിലും റീപർച്ചേസ് ബോണസ് ആണെങ്കിലും ഡെഡിക്കേഷൻ ബോണസ് ആണെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ 3 വരുമാനത്തിനും കമ്പനി പറയുന്നത് ഫാദർ ഇൻകം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പെർഫോമൻസ് ബോണസ് നന്നായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ മിനിമം ഒരു 100 പേര് നമ്മുടെ ടീമിൽ ഒരു മാസം 2000 രൂപ വരുമാനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് വരുന്ന ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 2 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലുള്ള 100ഓളം വ്യക്തികൾ 2000 രൂപ ഒരു മാസം വരുമാനം വാങ്ങിച്ചാൽ 2 ലക്ഷം രൂപയായിരിക്കും നമ്മൾക്ക് വരുന്ന ടോട്ടൽ ഈ പറയുന്ന വാങ്ങുന്ന വരുമാനം. അതിന്റെ 30% നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, ഡെവലപ്മെന്റ് ബോണസ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 60,000 രൂപയുണ്ടാവും. ഒരു 100 പേരെ നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചാൽ, അത് ഒരു മാസം 2000 രൂപ വരുമാനം മേടിക്കുന്ന 100 പേരെ നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചാൽ ഒരു മാസം ഡെവലപ്മെന്റ് ബോണസ് മാത്രം 60,000 രൂപ നമുക്ക് വരുമാനം വാങ്ങാൻ സാധിക്കും. അത് 7,20,000 രൂപ ഒരു വർഷം നമുക്ക് ആ വരുമാനം മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു 100 പേരെ നമ്മൾക്ക് ആഴ്ചയിൽ 2000 രൂപ വരുമാനം വാങ്ങുന്ന അവസ്ഥയിലേക്ക് ആ ടീമിനെ നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചാൽ ഒരു ആഴ്ച അവർ വാങ്ങുന്ന വരുമാനം 2 ലക്ഷം രൂപയായിരിക്കും. ആ 2 ലക്ഷം രൂപയുടെ 30% എന്ന് പറയുന്നത് 60,000 രൂപയായിരിക്കും. എന്ന് പറഞ്ഞാൽ മാസം 60,000 രൂപ എന്നുള്ളത് മാറി ആഴ്ചയിൽ 60,000 രൂപ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും. ഒരു മാസം 2,40,000 രൂപ വരുമാനം നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എത്ര പേര് 2,40,000 രൂപ ഒരു മാസം വരുമാനം വാങ്ങിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നമ്മൾക്ക് ഏതാണ്ട് 28,80,000 രൂപയായിരിക്കും നമ്മൾക്ക് വാങ്ങാൻ പറ്റുന്ന വരുമാനം. ഇത് ഡെവലപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു വരുമാനം നമ്മൾക്ക് ഡെയിലി നമ്മുടെ ടീമിലുള്ള 100 പേരെ ട്രെയിൻ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ഇവിടെ ഒരു വ്യക്തി വിചാരിച്ചാൽ ഇത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ആ ഒരു ഫോക്കസ്ഡ് മൈൻഡോട് കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഒരു 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 9 മാസം കൊണ്ടോ ഒക്കെ നമ്മൾക്ക് ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഒരു 100 പേര് ഡെയിലി 2000 രൂപ വരുമാനം വാങ്ങുകയാണെങ്കിൽ ഒരു ദിവസം ഈ 100 പേരും കൂടി വാങ്ങുന്ന വരുമാനം 2 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്രയായി? അതിന്റെ 30% എന്ന് പറയുമ്പോൾ 60,000 രൂപയാണ് ഒരു ദിവസത്തെ നിങ്ങളുടെ ഡെവലപ്മെന്റ് ബോണസ് മാത്രം. അത് 100 പേരെ മാത്രം നമ്മൾ തയ്യാറാക്കി പോയാൽ മതി കേട്ടോ. ഈ 100 പേര് വാങ്ങുന്ന വരുമാനത്തിന്റെ 30% 60,000 രൂപ. അങ്ങനെയാണെങ്കിൽ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 18 ലക്ഷം രൂപയായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തലത്തിലാണ് ഇതിന്റെ ഡെവലപ്മെന്റ് ബോണസ് എന്ന് പറയുന്ന പ്ലാനിന്റെ പോകും. ഒരു 100 പേരെ വെച്ചുകൊണ്ട് നമ്മൾ ഈ പ്ലാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ 18 ലക്ഷം രൂപ ഒരു മാസം വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ നോക്കുമ്പോൾ 2,16,00,000 രൂപയാണ് നമ്മൾക്ക് ഒരു വർഷം കിട്ടുന്ന വരുമാനം. അത് ഡെവലപ്മെന്റ് ബോണസ് മാത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു 100 പേരെ ഈ രീതിയിൽ നമുക്ക് റെഡിയാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടം ചെറിയ നേട്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി മറ്റൊരു കണക്ക് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ ടീമിനെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ 100 പേരെയും അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുക. ഓരോ വ്യക്തിനോടും ഈ രീതിയിൽ നമ്മൾ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ 100 10ആയിട്ട് ഡെവലപ്പ് ചെയ്താൽ മതി. അത് 1000 പേരിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ്. 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ടീമില് 1000-ൽ കൂടുതൽ ആൾക്കാർ ഡെയിലി ഈ പറയുന്ന രീതിയിൽ വരുമാനം മേടിക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ട് മാറും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 1000 പേര് 1000 രൂപ വരുമാനം വാങ്ങുകയാണെങ്കിൽ അവര് ടോട്ടൽ വാങ്ങുന്ന വരുമാനം 10 ലക്ഷം രൂപ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ 30% ഡെവലപ്മെന്റ് ബോണസ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയായിരിക്കും ഒരു ദിവസത്തെ നിങ്ങളുടെ വരുമാനം. ഒരു ദിവസം 3 ലക്ഷം രൂപ വരുമാനം ഡെവലപ്മെന്റ് ബോണസ് ആണെങ്കിൽ അവയർനെസ് ബോണസ് എത്രയായിരിക്കും? പെർഫോമൻസ് ബോണസ് എത്രയായിരിക്കും? റീപർച്ചേസ് ബോണസ് എത്രയായിരിക്കും? ഡെഡിക്കേഷൻ ബോണസ് എത്രയായിരിക്കും? നിങ്ങൾ ചിന്തിക്കാം. ഈ പറയുന്ന 3 ലക്ഷം രൂപ ഇൻറ്റു 30 ദിവസം എന്ന് പറയുമ്പോൾ 90 ലക്ഷം രൂപയായിരിക്കും ഒരു മാസത്തെ വരുമാനം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഡെവലപ്മെന്റ് ബോണസ് എന്ന് പറയുന്ന ആ വരുമാനം വേണ്ട രീതിയിൽ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു മാസം 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങാൻ നമുക്ക് സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം 10 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങാൻ പറ്റുന്ന ഒരു ഇൻകമാണ് ഈ പറയുന്ന ഡെവലപ്മെന്റ് ബോണസ് എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബോണസുകൾ നമ്മൾ നോക്കുമ്പോൾ ഈ വരുമാനങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ 21 ദിവസം നമ്മൾ എന്ത് ചെയ്യണം? റീപർച്ചേസ് ചെയ്തേ പറ്റും. അപ്പൊ ഇത്രയധികം വരുമാനം
ഒരു 100 പേര് 2000 രൂപ ഒരു മാസം വരുമാനം വാങ്ങിയാൽ തന്നെ 30% കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 60,000 രൂപ. ഈ 60,000 രൂപയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള 10,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി 50 PV കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ടീമിൽ 10 ലെവലിലുള്ള വ്യക്തികൾ ചെയ്യണമെങ്കിൽ റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത് ഏതാണ്ട് ഫസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി 50 PVയുടെ പർച്ചേസ് ചെയ്താൽ 1005 രൂപയാണ് നമുക്ക് കിട്ടുന്ന വരുമാനം. അത് രണ്ടാമത്തെ ലെവലിൽ ഏതെങ്കിലും ഒരു വ്യക്തി പർച്ചേസ് ചെയ്താൽ 670 രൂപ കിട്ടും. ആ എത്ര പേരാണോ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ ഇൻറ്റു 670 രൂപയാണ് അവിടുത്തെ നമ്മുടെ വരുമാനം. ഇങ്ങനെ 8 ലെവലില് ഒരു വ്യക്തി വെച്ച് ഇത് പർച്ചേസ് ചെയ്താൽ തന്നെ വെറും 8 പേര് പർച്ചേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വരുമാനം 5695 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 10 പേര് പർച്ചേസ് ചെയ്താൽ എന്തായിരിക്കും നമ്മളുടെ വരുമാനം വരാൻ പോകുന്നത്? ഓരോ ലെവലിലും 10 പേര് വെച്ചിട്ടാണ് അത് റീപർച്ചേസ് ചെയ്യണമെങ്കിൽ വരുന്ന വരുമാനം എത്രയായിരിക്കും? 56,950 രൂപയായിരിക്കും. ഇത് 100 പേരായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ 5,69,500 രൂപ. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ തന്നെ വിശ്വാസം നമുക്ക് ഇത്രയും വരുമാനം കിട്ടുമോ എന്ന് നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ മാർക്കറ്റിംഗ് പ്ലാന്റെ പോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വൻ വരുമാനം തരുന്ന 2 വരുമാനമാണ്, പ്രത്യേകിച്ച് അത് സിംഗിൾ ലൈനും കൂടിയാണ് ഈ പറയുന്ന വരുമാനം. ഇന്ന് ലോകത്ത് ഒരു കമ്പനി പോലും സിംഗിൾ ലൈൻ ഇൻകം കൊടുക്കുന്നില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ലൊരു ടീമിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നെറ്റ്വർക്കിൽ ഞാൻ 1 വർഷമായി ചെയ്യുന്നത് 2 വർഷമായി ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കാറുണ്ട്, എല്ലാ സൂം മീറ്റിങ്ങിലും പങ്കെടുക്കാറുണ്ട്, എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട്. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ടീം ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് വരുമാനം കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 100 പേരെ കണക്ക് ഞാൻ ഡെവലപ്മെന്റ് ബോണസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്. ഈ 100 1000 ആകാനായിട്ട് അധികം നേരം വരില്ല. അങ്ങനെ അത് 1000 ഡെവലപ്പ് ചെയ്താൽ മാസം 1 കോടി രൂപ വരുമാനം നമുക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ അവസരത്തെ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. ഈ അവസരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ടീം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് വിൽപ്പനക്കല്ല നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കാരണം നമ്മൾ ഇന്ന് പലപ്പോഴും നമ്മളുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ പ്രൊഡക്റ്റ് പറഞ്ഞാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്, മറിച്ച് മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞല്ല നമ്മൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ പ്രചരിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മളുടെ ഒപ്പം ആരോഗ്യമുള്ള വ്യക്തികൾ, നമ്മളെ പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തികൾ വരും. ആ കഴിവുള്ള വ്യക്തികൾ വന്നാൽ മാത്രമാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുള്ളൂ. നെറ്റ്വർക്കിൽ സംഭവിക്കേണ്ടത് ഡ്യൂപ്ലിക്കേഷനാണ്. ആ ഡ്യൂപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് നടന്നു പോയാൽ ഒരു വൻ ടീമിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുവഴി ഈ പറയുന്ന വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു 2 വർഷം കഴിയുന്ന സമയത്ത് മാസം 1 കോടി രൂപ വരുമാനം വാങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് നമ്മൾ 365 ദിവസവും 24 മണിക്കൂർ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ ഒരു നഷ്ടവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവിടെ ഒരു ഹാർഡ് വർക്കോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമ്മൾക്ക് വരുമാനം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ടീം റൺ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഇന്ന് തന്നെ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. കഴിഞ്ഞ സൂം മീറ്റിംഗിൽ സാഗർ ജോഷി സാറ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 10ഓളം പുതിയ ഓഫീസാണ് ഇന്ത്യയിൽ ഇനി തുടങ്ങാൻ പോകുന്നത്. ഈ 10 ഓഫീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ഓഫീസ് ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു 90% എൻ്റെ ഒരു വിശ്വാസം. അത് കൂടാതെ അദ്ദേഹം ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പേയ്മെന്റ് ഗേറ്റ് വേ വരാൻ പോകുന്നുണ്ട്. ഈ പേയ്മെന്റ് ഗേറ്റ് വേ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അയാളുടെ കയ്യിൽ പൈസ പോലും വേണ്ട. കാരണം 45 ദിവസം കഴിഞ്ഞിട്ട് ബാങ്കിന് അത് വിതൗട്ട് ഇൻട്രസ്റ്റ് ആ പൈസ തിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് അപ്പർ ക്ലാസ്സിലേക്ക് ഈ ബിസിനസ് പതുക്കെ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ അപ്പർ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഈ പ്രസ്ഥാനത്തിൽ വരാനോ ഇതുമായിട്ട് മുന്നോട്ട് പോകാനോ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനോ പ്രയാസമായിരിക്കും. അത് വരും കാലങ്ങളിൽ നമ്മൾക്കത് ബോധ്യപ്പെടും. ഇന്ന് നമുക്കറിയാം ആംബേ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ 98-ലാണ് അത് ആദ്യമായിട്ട് വരുന്നത്. ഈ ഇന്ന് ആംബേ എന്ന് പറയുന്ന ഒരു ബിസിനസിനെ കുറിച്ച് ഒരു സാധാരണക്കാരൻ പോലും പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പർ ക്ലാസ്സിലേക്ക് പോയ ബിസിനസ്. ഈ അപ്പർ ക്ലാസ്സിൽ പോയിട്ട് ഈ ബിസിനസ് പോയി ഏതാണ്ട് 2000 കോടി രൂപക്ക് മുകളിലാണ് ഒരു വർഷത്തെ അവരുടെ ടേൺ ഓവർ ഇന്ത്യയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാര്യമായിട്ടുള്ള വലിയ ചെലവൊന്നും ഇല്ലാതെയാണ്
ആംബിയെ സംബന്ധിച്ച് ഈ ഒരു ടേൺ ഓവർ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അപ്പർ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാലുള്ള ഒരു അപകടം ഇതാണ്. വളരെ കുറച്ച് മെമ്പേഴ്സ് മതി, പക്ഷെ അവരുടെ ടേൺ ഓവർ വളരെ ഹ്യൂജ് ആയിരിക്കും. ഇത് തന്നെ ആയിരിക്കും എല്ലാ കമ്പനികളും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കമ്പനി ഈ പറയുന്ന പേയ്മെന്റ് ഗേറ്റ്വേയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ദൈവം തന്ന ഒരു അവസരമാണ്. ഒരു വലിയൊരു മഹാമാരി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ, ഈ പ്രതിസന്ധി വരുമ്പോ തന്നെ അതിന്റെ കൂടെ ഒരു അവസരവും കൂടി ഉണ്ടാവും. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. നമ്മൾ ആ അവസരത്തെ കാണാറില്ല. ആ പ്രതിസന്ധിയെ മാത്രം നമ്മൾ നോക്കും. ആ പ്രതിസന്ധിയെ കുറിച്ച് മാത്രം നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മളുടെ സമയം നമ്മൾ ഇല്ലാണ്ടാക്കും. നമ്മുടെ ആ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തും എന്നുള്ളത്. ആ അവസരം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവസരത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ തലയെഴുത്ത് നിങ്ങൾക്ക് തന്നെ മാറ്റിക്കളയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വാശിയും ആ ഒരു എന്താ പറയുക ജീവിതത്തിൽ വിജയിക്കാനുള്ള ആ ഒരു താല്പര്യം നമ്മളോട് തന്നെ കാണിക്കണം. നിങ്ങൾ ആരും ഒന്നും രക്ഷിക്കാൻ പോകുന്നില്ല. നമ്മൾ തന്നെ പ്രവർത്തിച്ചാലേ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുള്ളൂ. ഓരോ വ്യക്തികളും എവിടെ പ്രവർത്തിക്കുന്നത്, എം പി രാമൻ സാറ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് കോടികൾ ഉണ്ടാക്കാൻ, ബെന്നി സാറ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് കോടികൾ ഉണ്ടാക്കാനാണ്, ജോയ് പീറ്റർ പ്രവർത്തിക്കുന്നത് ജോയ് പീറ്ററിന് കോടികൾ ഉണ്ടാക്കാനാണ്, അല്ലാണ്ട് ആരെയും രക്ഷിക്കാനല്ല. മനസ്സിലായില്ലേ? അവനവന് ആ ഒരു ചിന്ത വരുമ്പോൾ മാത്രമേ ആ രക്ഷപ്പെടൽ ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ലോകം കീഴടക്കിയ ഒരു വ്യക്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്ന വ്യക്തി. നമുക്കറിയാം വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം ഈ ലോകം കീഴടക്കിയത്. അദ്ദേഹത്തിന് ആ ലോകം കീഴടക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ശില്പങ്ങൾ പ്രദർശിപ്പിച്ച ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ ആ ഹോളിന്റെ മൂന്ന് സൈഡിലായിട്ട് കുറെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. ഓരോ പ്രതിമയും ഓരോ വ്യക്തി ഇങ്ങനെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ഈ ഓരോ പ്രതിമയെ നോക്കി അതിനെ കുറിച്ചുള്ള എന്താ പറയുന്നത് ആ ഓരോ പ്രതിമക്ക് ചില എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അത് മനസ്സിലാകാത്ത ആൾക്കാർ അവിടെ നിൽക്കുന്ന ഗൈഡിനോട് ചോദിച്ച് അത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഈ ബാലനായ ഈ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തിയും ഈ എക്സിബിഷൻ ഹോളിൽ ഓരോ പ്രതിമകളും കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൂലക്ക് ഒരു പ്രതിമ മാത്രം വെള്ളത്തുണിയിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അത് ആൾക്കാർ ധരിച്ചു അത് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടായിരിക്കും അത് മാറ്റി വെച്ചിരിക്കുന്നത്, മൂടിയിട്ടിരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിച്ച്, ബാലനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് അത് എന്താണ് മൂടിയിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ അദ്ദേഹം തയ്യാറായി. അപ്പൊ അവിടുത്തെ ഗൈഡ് പറഞ്ഞു അത് ചോദിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ പറയുന്ന പ്രതിമ നമ്മൾ തുറന്ന് കാണിച്ചു കൊടുക്കാറുള്ളൂ. അങ്ങനെ ആ പ്രതിമ തുറന്ന സമയത്ത് വളരെ വിചിത്രമായ ഒരു പ്രതിമയായിരുന്നു. രണ്ട് കാലിലും രണ്ട് ചിറകുകളാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ആ പ്രതിമയുടെ കാലുകളിൽ രണ്ട് കൈ കൊണ്ട് ആ പ്രതിമ അവന്റെ രണ്ട് കണ്ണും പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ പ്രതിമ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കുറെ നേരം അലക്സാണ്ടർ ഈ പറയുന്ന പ്രതിമയിലേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. മനസ്സിലാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഗൈഡിനോട് ചോദിച്ചു ഇതെന്താണ് നിങ്ങൾ ഈ പ്രതിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ വളരെ ലളിതമായ 2 വരിയിലാണ് അദ്ദേഹം ആ പ്രതിമയെ കുറിച്ച് പറഞ്ഞത്. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ അവസരങ്ങൾ വരും. ആ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അവസരത്തെ നമ്മൾ കാണാതെ പോകും. അതാണ് ആ പ്രതിമ കണ്ണടച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന അവസരം വരുന്ന സമയത്ത് നമ്മൾ കണ്ണടച്ച് നിൽക്കും. അങ്ങനെ കണ്ണടച്ച് നിൽക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് എന്നേക്കുമായിട്ട് ആ അവസരം പറന്നകന്നു പോകും. അതുകൊണ്ടാണ് കാലുകളിൽ 2 ചിറക് നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് പറയും. ഇതാണ് ഈ ഓരോ മനുഷ്യന്റെയും അവസരം എന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പൊ പല മനുഷ്യന്മാരും ഈ അവസരത്തെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന ഗൈഡ് ബാലനായ അലക്സാണ്ടറിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവസരം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിമിഷം പോലും പാഴാക്കാതെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ആ അവസരങ്ങളെ മുതലെടുക്കാനും ലോകം കീഴടക്കാനും അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന പേര് അദ്ദേഹത്തിന് വാങ്ങാൻ സാധിച്ചതിന്റെ കാരണം ഇതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ പറയുന്ന അവസരങ്ങൾ, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് കാണാറില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ ബയോട്ടോറിയം പോലെയുള്ള ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനേലും വലിയൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാനില്ല. ഇനി ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഇത്രയും ലളിതമായ ഒരു ബിസിനസ്സാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന സയൻസ് ആണ്
ഈ പറയുന്ന ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ പറയുന്ന ഈ ബയോട്ടോറിയത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അങ്ങനെ വിജയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന ഫിസിക്കലായിട്ട് നമ്മൾ നടത്തുന്ന BOPയിൽ ഒരു കാരണവശാലും നമ്മൾ മുടങ്ങാൻ തയ്യാറാകരുത്. മന്ത്ലി 1-2 പ്രാവശ്യം നമ്മൾ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു കാരണവശാലും നമ്മൾ മുടങ്ങാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. മാക്സിമം സൂം മീറ്റിംഗിൽ നമ്മൾ പങ്കെടുക്കാൻ നമ്മൾ തയ്യാറാകുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാര്യങ്ങൾ ഫീൽഡിൽ ചെയ്യാനും തയ്യാറായാൽ മാത്രമേ നമുക്കൊരു ടീമിനെ ഫോം ചെയ്തെടുക്കാൻ സാധിക്കൂ. അങ്ങനെ ഒരു ടീമിനെ ഫോം ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വരും മാസങ്ങളിൽ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ 100 പേരുടെ ഒരു ടീം നിങ്ങൾ ഫോം ചെയ്തെടുത്താൽ മാസം 1 ലക്ഷം രൂപക്കുള്ള വരുമാനം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.